മാതാവേ നിൻ പ്രാർത്ഥനയടിയാർക്കെവിടെയുമെന്നും ഭീതിയകറ്റും കോട്ടകളായി തീർന്നിടേണം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏവർക്കും തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. ഓഗസ്റ്റ് മാസം 1 മുതൽ 15 വരെയുള്ള ദിനങ്ങൾ ശൂനോയോ നോമ്പിൻ്റെ ദിനങ്ങളാണല്ലോ. പരിശുദ്ധ സഭ നോമ്പ് നോക്കി കർത്താവിൻ്റെ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ കൊണ്ടാടുവാനായിട്ട് തയ്യാറാവുകയാണല്ലോ. പ്രാർത്ഥനയുടെയും വേദധ്യാനത്തിൻ്റെയും ജാഗരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെ ദിനങ്ങളായി ഈ ദിനങ്ങൾ തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിന് ദ ഫീസ്റ്റ് ഓഫ് ദി ഡോർമിഷൻ ഓഫ് സെയിൻറ്റ് മേരി അഥവാ ദ ഫീസ്റ്റ് ഓഫ് ദി അസംഷൻ ഓഫ് ദ മദർ ഓഫ് ഗോഡ്, ദ തിയോട്ടോക്കോസ് എന്ന് പറയാറുണ്ട്. 1 മുതൽ 15 വരെയുള്ള ദിനങ്ങളിൽ ഡാളസ്, ഒക്ലഹോമ, ഡെൻവർ റീജിയൻ മർത്തമരി സമാജ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ചെറിയ ധ്യാന ചിന്തകൾ നമുക്ക് ഓരോ ദിവസവും ശ്രദ്ധിക്കാം, അതിൽ ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ദൈവാഭിമുഖ്യത്തോടെ ജീവിപ്പാൻ അത് നമ്മെ സഹായിക്കുമാറാകട്ടെ. കന്യകമറിയാം പരിശുദ്ധ സഭയുടെ വിശുദ്ധന്മാരുടെ ഗണത്തിൽ പ്രഥമഗണനീയാണ്. ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന കൂടാതെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കൂദാശകളും ഒന്നും തന്നെ പൂർണ്ണമാകുന്നില്ല. അത്രമാത്രം പ്രാധാന്യം കന്യകമറിയാമിന് നാം കൊടുക്കുന്നുണ്ട്. കന്യകമറിയാം തൻ്റെ പുത്രന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം അപ്പോസ്തലന്മാരുടെ കൂടെ സഹവസിക്കുകയും പ്രാർത്ഥനാപൂർവം തൻ്റെ ശിഷ്ടായുസ് ഒരു പരിപൂർണ വ്രതസ്ഥയായി ഈ ലോകത്തിൽ ചിലവഴിക്കുകയും ചെയ്ത അമ്മയാണ്. അവൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും ദൈവപുത്രന് ജന്മം നൽകുകയും ചെയ്ത് തൻ്റെ ദൗത്യം അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. അവൾ നിത്യകന്യകയായി തൻ്റെ ജീവിതം പരിപൂർണമായും ദൈവത്തിന് സമർപ്പിക്കുകയാണ് ഉണ്ടായത്. കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നത് നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ എന്നാണല്ലോ. യേശു ക്രിസ്തു അവളുടെയും കർത്താവാണെന്ന് നാം പ്രഖ്യാപിക്കുകയാണ്. ക്രിസ്തു നമുക്ക് എപ്രകാരമായിരിക്കുന്നുവോ അപ്രകാരം തന്നെ അവൾക്കും. കന്യകമറിയാം ദൈവമല്ല, ദൈവമാതാവാണ്. നാം അമ്മയോട് അപേക്ഷിക്കുന്നത് നീ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളോട് കൂടെയും പ്രാർത്ഥിക്കണമേ എന്നാണ്. ചില സഭാവിഭാഗങ്ങൾ ദൈവമാതാവിനെ പരിപൂർണമായും നിരാകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന രീതി പിന്തുടരുന്നുണ്ട്. മറ്റു ചില സഭകൾ അവൾക്ക് അമലോത്ഭവം കൽപ്പിച്ച് അവളെ ദൈവതുല്യയാക്കുകയോ അതിനപ്പുറമായിട്ടൊക്കെ ചിന്തിക്കുന്ന സഭാവിഭാഗങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് സഭയുടെ ടീച്ചിങ് അവൾക്ക് അർഹമായ സ്ഥാനം, അതായത് വിശുദ്ധന്മാരുടെ ഗണത്തിൽ അവൾ ഒന്നാമതാണ് എന്ന രീതിയിൽ അവളെ ഗണിക്കുകയാണ്. കന്യമാതാവിൻ്റെ ജനനം ഒരു സാധാരണ ജനനം ആയിരുന്നെങ്കിൽ അവളുടെ ജീവിതാന്ത്യം അസാധാരണവും അതുല്യവും അത്ഭുതകരവുമായിരുന്നു. തൻ്റെ പുത്രൻ ആരിൽ നിന്ന് ശരീരം ധരിച്ചുവോ ആ ദിവ്യമാനുഷിയെ ഈ മണ്ണിന് വിട്ടുകൊടുക്കാതെ വിണ്ണിൻ്റെ ഭാഗമാക്കി തീർക്കാൻ തൻ്റെ പുത്രനായ കർത്താവ് തിരുമനസ്സായി തീർന്നു. അങ്ങനെ അവളെ തൻ്റെ മരണശേഷം മാതാവിൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ, അതായത് ഓഗസ്റ്റ് 15 പ്രഭാതത്തിൻ്റെ സദ്ര വായിക്കുമ്പോൾ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: മാതാവേ, നിന്റെ വാങ്ങിപ്പിൻ്റെ ദിവസം സൃഷ്ടികൾക്ക് വിസ്മയമുണ്ടാക്കി. ഈ ദിവസം വാനസേനകൾ നിന്റെ ശരീരത്തിൻ്റെ ആദരവിനായി ഇറങ്ങി വന്നു. നിന്റെ ആഗ്രഹമനുസരിച്ച് പരിശുദ്ധ ശ്ലീഹന്മാരും അവിടെ വന്നുകൂടി. അവർക്കുണ്ടായ ദൈവിക വിളിയാൽ അവർ ഹാജരായി ആത്മീയന്മാരോട് ചേർന്ന് നിന്റെ പരിശുദ്ധ ശവമഞ്ചത്തെ വഹിച്ച് അതിൻ്റെ മുമ്പിൽ ആത്മീയ ഗാനങ്ങൾ പാടിക്കൊണ്ടിരുന്നു. സ്വർഗം പിളർന്ന് അഗ്നിമയന്മാരുടെ സേനകൾ വിസ്മയഭരിതരായി വന്നു ചേർന്നു. കെറുബുകൾ വാഴ്ത്തിക്കൊണ്ടിരുന്നു. ശ്രോപ്പയന്മാർ കാദേശ് എന്ന ഗാനം പാടി
എല്ലാ ഗണങ്ങളും ആർത്തുപാടി, ഈറേന്മാർ ഹാലേലുയ പാടി. ജ്വലിക്കുന്ന സമൂഹങ്ങൾ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഭൂമിയിൽ വന്നു നിറഞ്ഞു. ശ്ലീഹന്മാർ സംസ്കാര ശുശ്രൂഷ നടത്തി. ശിഷ്യന്മാർ ശവമഞ്ചം വഹിച്ചുകൊണ്ടിരുന്നു. സൃഷ്ടി വിലപിച്ചു. സ്വർഗീയർ ഭൂവാസികളോട് ചേർന്ന് സ്വർഗീയ രാജാവിന്റെ മാതാവ് പിരിഞ്ഞതിനാൽ കുന്നുകൾ വിലപിച്ചു. ഭൂമി താപത്തോടെ വന്യമാതാവിനെ യാത്ര ചെയ്തു. സ്വർഗം അവളെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെ എതിരേൽപ്പിനെന്ന വണ്ണം പനിമഞ്ഞ് പൊഴിഞ്ഞു. മഞ്ചത്തിൽ വച്ചിരുന്ന കമനീയമായ ശവപ്പെട്ടിയിൽ മനോഹരങ്ങളായ പുഷ്പങ്ങൾ വിരിച്ചിരുന്നു. വിവാഹബന്ധമുണ്ടാകാത്ത മണവാട്ടിക്ക് കമനീയ പള്ളിയേറ അലങ്കൃതമായിരുന്നു. മഹാരാജാവിന്റെ മാതാവിന്റെ ബഹുമാനാർത്ഥം സവിശേഷ വിരികളെ അവിടെ വിരിച്ചിരുന്നു. ഈ ജഡീക മേഘത്തിന് നല്ല മേഘങ്ങൾ സുഗന്ധ പനിനീർ പൊഴിച്ചു. ഇങ്ങനെ അതിമനോഹരമായ ആ സെദ്രായുടെ വാചകങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് മുഴുവൻ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകമറിയാമിനെ പരിശുദ്ധ പിതാക്കന്മാർ ഉപമിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ അനേക രൂപകങ്ങൾ കൊണ്ടാണ്, സാദൃശ്യങ്ങൾ കൊണ്ടാണ്. അവൾ വിത ചെയ്യാത്ത വയലെന്നും, അവൾ എരിയാത്ത മുൾമരമെന്നും, അവൾ സാക്ഷ്യത്തിന്റെ പെട്ടകമെന്നും, അവൾ അതിർ കാണാത്ത ആഴമെന്നും, അവൾ സ്വർഗത്തിലേക്ക് കരേറ്റുന്ന ഗോവണിയെന്നും, അവൾ മന്ന ഇട്ടുവെച്ച പൊൻചെപ്പെന്നും, അവൾ ആദാമിന്റെ പാപം പോക്കാൻ കാരണമായവളെന്നും ഒക്കെ അവളെ വിശേഷിപ്പിക്കുന്നുണ്ട്. നസറത്തിൽ നടന്ന വചനിപ്പ് മുതൽ യെരുശലേമിലെ മാളികമുറിയിൽ നടന്ന പെന്തക്കോസ്തി വരെയുള്ള സംഭവബഹുലമായ പുതിയ നിയമ സംഭവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു പരിശുദ്ധ കന്യമറിയാമ്മ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമാതാവിനുള്ള വചനിപ്പിനെ നമ്മൾ മനസ്സിലാക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ബേത്ലഹേമിൽ യേശുവിന് ജന്മം നൽകുന്ന ആ സംഭവം നമ്മൾ ഓർക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കുരിശിന്റെ അരികിൽ നിൽക്കുന്ന മാതാവിനെ തൻ്റെ പുത്രൻ യോഹന്നാനെ ഏൽപ്പിച്ചുകൊണ്ട്, യോഹന്നാനെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഭരമേൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ മാളിക മുറിയിൽ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരോടൊപ്പം പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഒരമ്മയെ നമ്മൾ കാണുന്നു. അങ്ങനെ ബേത്ലഹേം മുതൽ, നസറേത്ത് മുതൽ, ബേത്ലഹേം മുതൽ അല്ലെങ്കിൽ ഈജിപ്തിൽ പോയി മടങ്ങി വന്ന് യെരുശലേമിലും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ പ്രേക്ഷിത ശുശ്രൂഷയിൽ കൂടെ നിന്ന് അവൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം സഭയ്ക്ക് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ സമൂഹത്തിന് ഒരു വലിയ പ്രചോദനമായി ഒരു നല്ല നേതൃത്വം നൽകിയ ഒരമ്മയാണ് കന്യകമറിയാമിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വേദസത്യങ്ങളാണ്. ഇതിനെ അവഗണിച്ചുകൊണ്ട്, ഇതിനെ മറന്നുകൊണ്ട് നമുക്ക് ഒരു വിശ്വാസമില്ല, ഒരു സഭയില്ല. അതുകൊണ്ട് ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. അമ്മയുടെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും കോട്ടയും തുണയുമായിരിക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. ലോകത്തിൽ വലിയ ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഇല്ലാതെയാകട്ടെ. അനേക കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തെ അറിയുന്നവരായി തീരട്ടെ. ലോകം ഐശ്വര്യം പ്രാപിക്കട്ടെ. എല്ലാ സഭകളും, പ്രത്യേകിച്ച് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയും ഏറ്റവും അനുഗ്രഹം പ്രാപിപ്പാൻ അമ്മയുടെ പ്രാർത്ഥന സഹായമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവർക്കും ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇതിൽ ധ്യാന പ്രസംഗങ്ങൾ അവതരിപ്പിക്കുന്നവർക്കും എല്ലാ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ ഏരിയയിലുള്ള ഈ ഡാളസ്, ഒക്ലഹോമ, ഡെൻവർ റീജിയനിലുള്ള എല്ലാ ദേവാലയങ്ങൾക്കും, വൈദികർക്കും, അതിലെ ജനങ്ങൾക്കും, പ്രത്യേക MMVS അംഗങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും അമ്മയുടെ പ്രാർത്ഥനയിലൂടെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. God bless everyone.